ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വിഷയം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു വളരെ വലിയൊരു അൺബോക്സിങ് ആട്ടാ. അപ്പോൾ സംഭവം ഇവിടെ ഇരിക്കുന്നുണ്ട്, സൈഡിൽ ചെക്ക ഇരിക്കുന്നുണ്ട്. അപ്പോൾ പ്രത്യേകിച്ച് വലിയ സംഭവമാക്കി പറയണമെന്നില്ല, ഒരു ഫാനാണ്, പക്ഷെ അതൊരു സ്പെഷ്യൽ ഫാനാണ്. അപ്പോൾ എല്ലാവരും കാണും. അപ്പോൾ അതായത് നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകട്ടെ. അതെ സംഭവം ഇവിടെ ഇരിക്കുന്നുണ്ട്. എന്തായാലും അൺബോക്സ് ചെയ്ത് നോക്കാം. ഇത് ഞാൻ 2 ഫാനാണ് ഇപ്പോൾ ഓർഡർ ചെയ്തിരിക്കുന്നത്. അതിൽ ഒരെണ്ണം നല്ല വെറൈറ്റി നല്ല ലുക്കുള്ള സാധനമാണ്, ഒരെണ്ണം നോർമല് റേറ്റ് കുറഞ്ഞ ഒരു പീസാണ് കേട്ടോ. ഒരെണ്ണം കുറച്ച് റേറ്റ് കൂടുതലാണ്. നമുക്ക് എന്തായാലും കാണാം. അപ്പോൾ അതേ നമ്മുടെ 2 ഫാൻ എന്താ ഇവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഫാൻ്റെ എണ്ണം ഇവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇവനാണ് കുറച്ച് റേറ്റ് കൂടിയത്. അപ്പോൾ നമുക്ക് ഇവനെ തന്നെ ആദ്യം അൺബോക്സ് ചെയ്യാം, പിന്നെ രണ്ടാമത്തത് നിങ്ങളെ ഞാൻ കുറച്ചായിട്ട് കാണിച്ചു തരാം. പിന്നെ കുറേ സ്പെഷ്യാലിറ്റീസ് ഉണ്ട് കേട്ടോ പറയാൻ. അപ്പോൾ ആരും വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണുക. വെറുതെ ഇങ്ങനെ ഞാൻ തള്ളി പറയണതൊന്നല്ല, പിന്നെ 2 സ്പെഷ്യാലിറ്റി ഉണ്ട്. ഞാൻ എന്തായാലും ഇത് അൺബോക്സ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം അത്. അപ്പോൾ അത് കഴിഞ്ഞാൽ തുറന്നു വന്നപ്പോൾ ഒരു 2 ബോക്സ് കാണുന്നുണ്ട്. 2 അല്ല, 1 2 3 4 5 കുഞ്ഞിതും കൂടി 5 ബോക്സ് ഉണ്ട്. അപ്പോൾ നമുക്ക് എന്താണ് ഇതിലുള്ളതെന്നൊക്കെ നോക്കാം. അതായത് പൊളിച്ചു വന്നപ്പോൾ എനിക്കിപ്പോൾ ഒരു 5 ബോക്സാണ് കിട്ടിയാണ്. പിന്നെ എന്തുട്ടോ സംഭവം ഒരു പേപ്പർ ബോക്സാണെന്ന് തോന്നുന്നു. എന്തായാലും നോക്കി നോക്കാം. ജസ്റ്റ് ഫാൻ്റെ ഇൻസ്ട്രക്ഷൻസ് മാനുവൽ ആ ഒരു ഐറ്റാണ്, അതൊന്നും നമുക്ക് ആവശ്യമൊന്നുമില്ല. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ബോക്സുകൾ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതായിരിക്കും ഇതിൻ്റെ മെയിൻ പാർട്ട്, നമ്മുടെ മോട്ടർ. അപ്പോൾ അതിന് തന്നെ ഇതന്നെ അൺബോക്സ് ചെയ്യാം. ഇതാണ് അപ്പോൾ നമ്മുടെ മെയിൻ ഇതിൻ്റെ ബ്രെയിനിനെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ബ്രെയിൻ. അപ്പോൾ നമുക്കിത് ഇവിടെ വയ്ക്കാം. അടുത്ത ലീഫ് നമുക്കൊന്ന് അൺബോക്സ് ചെയ്യാം. ലീഫ് ഇതൊരു 3 ലീഫ് ഫാനാണ്. 4 ലീഫ് ഒന്നുമില്ല, 3 ലീഫാണ്. നോർമൽ 3 ലീഫ് ഫാൻ തന്നെയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ലീഫ്. നല്ല രസമായിട്ടില്ല കാണാൻ. ഇവിടെ ഒരു വുഡൻ ഫിനിഷും പിന്നെ ഇവിടെ ഒരു മെറ്റാലിക് ടച്ച് ആയിട്ടാണ് വന്നിരിക്കുന്നത്. പെയിൻറ്റിങ് ഒക്കെ അടിപൊളിയാണ്, നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ കാണാം. അത്ര നല്ല ഫിനിഷോട് കൂടിയിട്ടാണ് ചെയ്തിരിക്കുന്നത്. നല്ല രസമുണ്ടല്ലേ ഈ വുഡൻ ടച്ച്, നല്ല ഫീലാണ്. നമുക്കപ്പോൾ അടുത്തത് കിട്ടിയാണത് ഒരു വലിയൊരു കാർഡ്ബോർഡ് പീസാണ്. ഇതിൻ്റെ ഉള്ളിൽ പ്രത്യേകിച്ചൊന്നും കാണാനില്ലല്ലോ. അതെ, അവിടെ ഫാൻ്റെ പിടിപ്പിക്കാനുള്ളൊരു സംഭവം മാത്രമാണ്. ഇത്ര വലിയ ബോക്സ് എന്തിനാണോ ഇതിന് കൊടുത്തത്. അപ്പോൾ എന്തായാലും ഇതിവിടെ നിൽക്കട്ടെ. ഇപ്പോൾ അടുത്തത് ഇതിലൊരു ചെറിയൊരു സംഭവമുണ്ട്. എന്നാൽ നോക്കാം. ഒരു കുട്ടി റിമോട്ട്. നല്ല രസമുണ്ടല്ലേ കാണാൻ, ചെറിയ റിമോട്ട്. എന്തായാലും ഒന്ന് തുറക്കാം. അമ്പാ നോക്കിയാൽ എൻ്റെ കൈ ഇതാട്ടോ, എൻ്റെ കയ്യിൽ നോക്കി നിൽക്കണ്. ഇത്ര ഉണ്ടോ കുട്ടി സംഭവം കൊള്ളാം. അപ്പോൾ എന്തായാലും ഇത് ഇവിടെ നിൽക്കട്ടെ. അത് ഇതിനുള്ളിൽ വേറൊരു ഐറ്റം കൂടി ഉണ്ടല്ലോ. ഓക്കെ, ഇത് ടി വിക്ക് റിമോട്ടിനുള്ള 2 ബാറ്ററിയും പിന്നെ ഇത് നമ്മുടെ ഇതായിരിക്കും ഈ സ്ക്രൂ നട്ട് ബോൾട്ട് ആ സംഭവങ്ങളായിരിക്കും അത് തന്നെ. ഓക്കെ, പിന്നെ അതേ ഒരു ബോക്സും കൂടി ഉണ്ട്. ഇതിനുള്ള എന്താണാവോ ഇതിനുള്ള നമുക്ക് വരുന്നത്. ഓക്കെ, നമ്മുടെ ഭംഗിക്ക് വേണ്ടിയിട്ടാണ്. സാധാരണ നോർമൽ ഫാൻസിനൊന്നും ഇതങ്ങനെ കാണാറില്ല. ഇത് ജസ്റ്റ് ലുക്കിന് വേണ്ടിയിട്ടാണ്. ഈ ഒരു കമ്പീനെ ഇതിൻ്റെ ഉള്ളിലായിരിക്കും. അപ്പോൾ ഇത് മറയും, മനസ്സിലായില്ലേ നിങ്ങൾക്ക്? അപ്പോൾ തൂക്കിയിടുമ്പോൾ അതിൻ്റെ മുകളിലോട്ട് ഇത് പോകുമ്പോൾ ഇതിനെ കാണില്ല. അതാണ് ഇതിൻ്റെ യൂസ്, ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട്, അല്ലാണ്ട് ഫങ്ഷൻസിനൊന്നല്ല. ഒരു ഭംഗിക്ക് ലുക്കിന് വേണ്ടിയിട്ട്. മെയിൻ ഈ ഫാനിൻ്റെ ഏറ്റവും മെയിനായിട്ടുള്ളൊരു പാർട്ടാണ്. ഇപ്പോൾ ലാസ്റ്റ് നമ്മൾ ഇതിനെ അയച്ചെടുക്കാൻ പോവാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ലുക്ക് നമുക്ക് കാണാം. ഈ പവർ സേവിങ് ഗൈഡ് കണ്ടോ, 5 സ്റ്റാറുള്ളതാണ്. ഇതാണ് നമ്മുടെ മെയിനായിട്ടുള്ള പാർട്ട്. ലുക്ക് കണ്ടോ, നമുക്ക് ഒരു 5 LED ബൾബ് കൂടിയിട്ടാണ് നമുക്ക് ഈ ഫാൻ വരുന്നത്. ഇത് വേറെ ഒന്നുമല്ല, ഞാൻ ഫിറ്റ് ചെയ്തിട്ട് അവസാനം ഇത് എന്തിനാന്നുള്ളതിൻ്റെ കാരണം ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ തുടക്കം തൊട്ട് പറയുന്നതാണ് ഈ ഫാൻ ഒരു പ്രത്യേകത ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത വേറെ ഒന്നുമില്ല, പവർ കൺസപ്ഷൻ ഭയങ്കരമായിട്ട് കുറവ് മതി. ഇലക്ട്രിസിറ്റി ബില്ല് നല്ലപോലെ കുറവ് മതി. മറ്റുള്ള ഫാനുകൾ ഒരു 70-72 വാട്ട്സ് എടുക്കുമ്പോൾ ഇതിന് വെറും 32 വാട്ട്സാണ് പവർ വരുന്നത്.
അപ്പോൾ ഇത് മെയിനായിട്ട് ഇതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ BLDC മോട്ടറാണ് ഉപയോഗിക്കുന്നത്. BLDC എന്ന് പറഞ്ഞാൽ ബ്രഷ്ലെസ് മോട്ടർ. മെയിനായിട്ട് നിങ്ങൾക്ക് കറക്റ്റ് അറിയണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഗൂഗിൾ പോയി നോക്കിയാൽ മതി. ഞാൻ കാര്യമായിട്ട് എലാബറേറ്റ് ചെയ്ത് പറയണമെന്നില്ല. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ പ്രത്യേകതകൾ. അപ്പോൾ കമ്പനിയുടെ പേര് പറയാൻ വിട്ടുപോയി. ആറ്റംബർഗ് എന്നാണ് പേര്. ഇതേ നമ്മുടെ ഈ കുട്ടി റിമോട്ടില്ലേ അതിൽ വരെ ഇവൻ്റെ പേര് കൊടുത്തിട്ടുണ്ട്, ആറ്റംബർഗ് എന്ന്. ഫോക്കസ് ആയാ? ഓക്കെ. അപ്പോൾ ആറ്റംബർഗ് എന്നാണ് ഈ കമ്പനിയുടെ പേര്. നമ്മുടെ ഈ ആറ്റംബർഗ് എന്നുള്ള കമ്പനി തന്നെ ഉണ്ടായി വന്നത് നമ്മുടെ IIT ബോംബെയിലത്തെ പിള്ളേര് കണ്ടുപിടിച്ചിട്ടുള്ള എഞ്ചിനീയേഴ്സ് കണ്ടുപിടിച്ചിട്ടുള്ള ഫാനാട്ടോ, BLDC ഫാൻ. അടിപൊളി ഫാനാണ്, എല്ലാവരും യൂസ് ചെയ്ത് നോക്കണം. ഞാനപ്പോൾ എന്തായാലും ഇത് ഫിറ്റ് ചെയ്യാൻ പോവാം. ഫിറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇത് കാണിച്ചു തരാം. അയ്യോ പോലെ ഒരു മിനിറ്റ്. അപ്പോൾ വേറൊരു ബോക്സും കൂടി ഉണ്ട്, അതും കൂടി തുറന്ന് കാണിച്ചിട്ട് ഞാൻ ഫിറ്റ് ചെയ്തിട്ട് കറങ്ങേണ്ടത് കാണിച്ചു തരാം. പിന്നെ ഈ LED ബൾബിൻ്റെ കാര്യം കൂടി പറയുന്നുണ്ട്, അതും കൂടി എന്താണെന്നുള്ളത് കാണിച്ചു തരാം കേട്ടോ. പോലെ വെയിറ്റ് ചെയ്യും. അടുത്ത ബോക്സ് കൂടി എത്തിയിട്ടുണ്ട് കേട്ടോ. ഇത് കട്ട് ചെയ്ത് മാറ്റട്ടെ. ഇതിപ്പോൾ ഒരു നോർമൽ ഫാനാണ്. നമ്മൾ നേരത്തെ കണ്ട അത്ര ലുക്ക് ഉണ്ടാവില്ല. അല്ല, ലുക്കൊക്കെ ഓരോരുത്തരുടെ ഇതിന് അനുസരിച്ചിട്ടാണ്. എനിക്കതാണ് ഒന്നുകൂടി ഇഷ്ടപ്പെട്ടത്. ഞാൻ ഈ ഫാൻ എൻ്റെ കയ്യിൽ ഇപ്പോൾ ഈ ഫസ്റ്റ് അൺബോക്സ് ചെയ്തിട്ടുണ്ടല്ലോ, അത് ഞാൻ ആദ്യമായിട്ടാണ് വാങ്ങുന്നത്. പക്ഷേ ഇത് മുമ്പ് 2 ഇവിടെ വാങ്ങിയിട്ടുണ്ട്. നമുക്ക് ഇതിനെക്കുറിച്ച് എന്തായാലും നമുക്ക് നോക്കാം. ആറ്റംബർഗിൻ്റെ ആണ്. ഇത് 28 വാട്ട്സ് ഉള്ളൂ. മറ്റേത് 32 വാട്ട്സ് ആണ്. ഇത് 28 വാട്ട്സ് ഉള്ളൂ. ഇത് RPM കുറച്ച് കുറവായിരിക്കും അതിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ. വേറെ ഒന്നും വലിയ കുഴപ്പമൊന്നുമില്ല. എല്ലാം സെയിം അടിപൊളി സാധനം തന്നെയാണ്. നമുക്ക് എന്തായാലും ഇതൊന്ന് തുറക്കാം. ഇത് അൺബോക്സ് ചെയ്യുമ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ കാണുന്നത് മെയിനായിട്ട് നമ്മുടെ ഫാൻ്റെ പാർട്സൊക്കെയാണ്. ഇത് മറ്റേതിൽ ഒരുപാട് ബോക്സിൽ വന്നിട്ടുണ്ടെങ്കിൽ ഇതിൽ ഒറ്റ ബോക്സിലാണ് എല്ലാം കൂടി ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. എല്ലാം കപ്പും ലീഫ് വേറെ സാധനത്തിൽ, ബാക്കിയുള്ളതൊക്കെ ഒരേ എണ്ണത്തിലാണ്. ഇതിൻ്റെ കണ്ടോ, ഇതിൻ്റെ ഫേസ് കണ്ടോ? ഇതിൻ്റെ ഫേസ് സാധാ നോർമൽ ഫേസ് വരുന്നത്. മറ്റേനെ അപേക്ഷിച്ചിട്ട് 5 LED വരില്ല, ഒറ്റ സിംഗിൾ LED ആണ് ഇതിൽ വരുള്ളൂ. ഈ ഭാഗത്താണ് ഒരു റെഡ് LED ആണ് ഇവിടെ കാണിക്കുക. അത് ഓണും ഓഫും ആക്കുമ്പോഴാണ് മെയിനായിട്ട് കാണിക്കുക. അപ്പോൾ ഇതിലും മറ്റേൻ്റെ പോലെ തന്നെ ഒരു റിമോട്ട് വന്നിട്ടുണ്ട്. പക്ഷേ ഇത് മറ്റേനെ അപേക്ഷിച്ച് കുറച്ചുകൂടി വലിയ റിമോട്ടാണ്. കണ്ടോ, അതിൻ്റെ സൈസ് ഞാൻ കാണിച്ചു തരാം. എന്താ ഇത്ര ഉള്ളൂ. ഇത് നല്ല ഭംഗിയുണ്ടല്ലോ കാണാൻ. ഇതിൽ മെയിനായിട്ട് വരുന്നത് ഇതിൽ സ്പീഡുകളുണ്ട്. 1 2 3 4 5 എന്നുള്ള സ്പീഡ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് മെയിനായിട്ടുള്ള സ്പീഡ് എന്ന് പറയുന്നത് ബൂസ്റ്റ് എന്ന് പറഞ്ഞിട്ടൊരു സാധനമുണ്ട്. ഈ സംഭവം ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജാതി അടിപൊളി കാറ്റാണ് കേട്ടോ. ഇതിലപ്പോൾ അങ്ങനത്തെ സ്പീഡല്ല. ഇതിലിപ്പോൾ ജസ്റ്റ് വന്നിരിക്കുന്നത് നെഗറ്റീവും ഈ പ്ലസ് ജിയിലും മൈനസ് ജിയിലും കൊണ്ടാണ് വന്നിരിക്കുന്നത്. സ്പീഡ് റെഡ്യൂസ് ചെയ്യാനും ഇതുള്ളതാണ്. അപ്പോൾ അതൊക്കെയാണ് ഇതിൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഞാൻ ഫാന് ഇട്ടിട്ട് നിങ്ങൾക്ക് അതിൻ്റെ വീഡിയോ കൂടി കാണിച്ചു തരാം. ഓക്കെ. അപ്പോൾ അതായത് നമ്മുടെ ഫാനൊക്കെ ഞാൻ ഇവിടെ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അൺബോക്സിങ് വീഡിയോ ഞാൻ ഇന്നലെയാണ് എടുത്തത്. ഇതിപ്പോൾ ഇന്നാണ് ഞാൻ ഇത് ഫിറ്റ് ചെയ്യണത്. അപ്പോൾ നമുക്ക് എന്തായാലും ഇതൊന്ന് വർക്കിംഗ് നമുക്ക് കാണാം. അപ്പോൾ അതായത് ഞാൻ പവർ ഓൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഫുൾ സ്പീഡിലല്ല എടുക്കണേ. അപ്പോൾ ഫുൾ സ്പീഡാക്കാം. അപ്പോൾ നമ്മുടെ ബ്ലൂ ഇൻഡിക്കേഷനാണ് ഇതിൻ്റെ വർക്കിംഗ് ചെയ്യുമ്പോൾ നമുക്ക് കാണുന്നത്. അപ്പോൾ കറങ്ങി വരാൻ കുറച്ച് ടൈം എടുക്കും, പക്ഷേ അവസാനമാകുമ്പോൾ നല്ല സ്പീഡാണ് കേട്ടോ. നിങ്ങൾക്ക് തന്നെ അതേ ഈ വീഡിയോയിൽ കാണാം. അപ്പോൾ അതേ ഈ മോഡലിൻ്റെ പേരാണ് ആറ്റംബർഗ് സ്റ്റുഡിയോ പ്ലസ്. അപ്പോൾ വർക്കിങ്ങിലേക്ക് വാങ്ങണമെന്നുണ്ടെങ്കിൽ ആമസോൺ, ഫ്ലിപ്കാർട്ട് കയ്യിലൊക്കെ ഇതുണ്ട്. നമുക്ക് വേണമെങ്കിൽ LED ഓൺ ചെയ്യണമെങ്കിൽ ഓൺ ചെയ്യാം, ജസ്റ്റ് വേണ്ടാന്നുണ്ടെങ്കിൽ ഓഫ് ചെയ്യുകയും ചെയ്യാം. അപ്പോൾ സ്പീഡിനനുസരിച്ചിട്ടാണ് LED വർക്ക് ചെയ്യണത്. ഇപ്പോൾ ഒരു സ്പീഡ് കുറയ്ക്കാൻ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ ഇപ്പോൾ 5 LED കത്തുള്ളൂ. മൊത്തമായിട്ട് 6 LED ഉണ്ട് കേട്ടോ. ഞാൻ ഇന്നലെ അൺബോക്സ് ചെയ്യുമ്പോൾ പറഞ്ഞാൽ 5 LED ഉള്ളതെന്നാണ്. അപ്പോൾ നമുക്കിത് ഓഫ് ചെയ്യാം. ഓഫ് ചെയ്യുമ്പോൾ നല്ല രസമാണ് ഇതിനെ കാണാൻ. കണ്ടോ, LEDകളൊക്കെ ഓഫായിട്ട് നൈസായിട്ട് ഓഫ് ആകും. അപ്പോൾ നമുക്ക് അടുത്ത മോഡലും കൂടി ഒന്ന് കാണാം. അപ്പോൾ ഇതാട്ടോ നമ്മുടെ രണ്ടാമത്തെ മോഡലേ. അപ്പോൾ ഇതിൻ്റെ പേരാണ് ആറ്റംബർഗ് എഫിcio. നമുക്കപ്പോൾ ഇതും കൂടി ഒന്ന് പവർ ഓൺ ചെയ്ത് നോക്കാം. അപ്പോൾ ഇതിന് മറ്റേ നേരത്തെ കാണിച്ച മോഡലിൻ്റെ പോലെ 6 LED ലൈറ്റ് ഒന്നുമില്ല, ഒറ്റ LED ലൈറ്റ് ഉള്ള ഒരു റെഡ് കളർ. അപ്പോൾ നമുക്കിത് ബൂസ്റ്റ് ചെയ്യാം. മറ്റേൻ്റെ അത്ര കാണാൻ ഭംഗി ഉണ്ടാവില്ല, എനിക്കതാണ് കുറച്ചുകൂടി ഇഷ്ടപ്പെട്ടത്. ഇത് പക്ഷേ കാണാൻ കുറച്ച് ഭംഗി കുറവാണെങ്കിലും അടിപൊളി തന്നെയാണ്. സ്പീഡിലൊന്നും ഒരു കുറവില്ല കേട്ടോ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ ഞാനിത് ഈ വീഡിയോ അൺബോക്സിങ് ഇന്നലെയാണ് ചെയ്തത്. അതുപോലെ തന്നെ നമ്മുടെ ഇപ്പോൾ ഫിറ്റ് ചെയ്തൊക്കെ ഇന്നാണ്. അപ്പോൾ ഇന്നലെ വേറെ ഒരു മോഡലും കൂടി ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിപ്പോൾ ഇപ്പോൾ ഇന്നാണ് വന്നത്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് അതും കൂടി ജസ്റ്റ് ഒന്ന് വേഗം തുറന്ന് കാണിച്ചു തരാം. ഒന്ന് അൺബോക്സ് ചെയ്ത് തരാം. അപ്പോൾ ഞാൻ ഇന്നലത്തെ വീഡിയോൻ്റെ പോലെ അത്ര എലാബറേറ്റ് ചെയ്ത് ഞാൻ പറയണില്ല. വേഗം നിങ്ങൾക്ക് ഞാൻ ജസ്റ്റ് ഈ മോഡൽ എങ്ങനെയുണ്ട് കാണാൻ, എങ്ങനെ ലുക്ക് ഉണ്ടെന്ന് പറഞ്ഞുതരാം. ഈ മോഡലിൻ്റെ പേരാണ് ആറ്റംബർഗ് റെനേസ കേട്ടോ. വേഗം നിങ്ങൾക്ക് കാണിച്ചു തരാം. കട്ട് ചെയ്തു. റെനീസയുടെ മോഡൽ ഇങ്ങനെയാട്ടോ. നമ്മുടെ ലീഫിൽ തന്നെ അതായത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ഇത് പെട്ടെന്നൊന്ന് തുറക്കാം. പെട്ടെന്ന് തുറന്നിട്ട് ലീഫ് നിങ്ങൾക്ക് ഫസ്റ്റ് കാണിച്ചു തരാം. അതുകൊണ്ട് മെയിൻ പാർട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. പിന്നെ നമ്മൾ നോർമൽ ലീഫാണ്, വൈറ്റ് ലീഫാണ്.
സാധാരണ പോലെ തന്നെ നമുക്ക് ഇതും കൂടി ഒന്ന് വേഗം കാണാം. അപ്പോൾ ഇതാണ് നമ്മുടെ മോട്ടർ. ഇതാണ് മോട്ടർ. ഇത് ഭയങ്കര ചെറിയ മോട്ടറാണ്. മറ്റേത് രണ്ടെണ്ണം വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഭയങ്കരമായിട്ട് ചെറിയതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ വെയിറ്റ് കുറച്ച് കൂടുതൽ പോലെയുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇതിൻ്റെ മോട്ടർ. അപ്പോൾ ഇതിനായാലും ഇതുപോലെ LED ലൈറ്റ്സ് ഇവിടെയും ഉണ്ട് കേട്ടോ. നിങ്ങൾക്ക് കാണാം 1 2 3 4 6 മറ്റേ പോലെ തന്നെ നമ്മുടെ സ്റ്റുഡിയോ പ്ലസ് മോഡലിൻ്റെ പോലെ തന്നെ ഇതിനും 6 LED ലൈറ്റ് ഉണ്ട്. അപ്പോൾ ഇതാണ് റെനീസ, ആറ്റംബർഗിൻ്റെ റെനീസ മോഡൽ. ഇത്രയൊക്കെ തന്നെയുള്ളൂ. ഇത് നമ്മുടെ അതിൻ്റെ കപ്പാണ്. അപ്പോൾ ഓക്കെ, ഇതിൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ ഞാൻ എന്തായാലും ഇതിനി ഫിറ്റ് ചെയ്തിട്ടൊന്നും കാണിക്കണമെന്നില്ല. അപ്പോൾ ഭയങ്കരമായിട്ട് ലെങ്ത് ആയി പോകും. ഇപ്പോൾ തന്നെ 2 ഫാൻ ഫിറ്റ് ചെയ്തിട്ട് ഞാൻ അതിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇത്രയ്ക്കുള്ള വിശേഷങ്ങൾ. ഇനിയിപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് ഇനി എന്തെങ്കിലുമൊക്കെ കാണാം. അപ്പോൾ ശരി, ബൈ. സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോകണം കേട്ടോ. ഓക്കെ.